ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബയോളജി എക്സാമിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ പറ്റിയിട്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടണി എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ബോട്ടണിയിൽ ടെക്സ്റ്റിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതൊരു സൂചനയായിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത്. പിന്നെ സുവോളജി ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു പറ്റൽ അങ്ങോട്ട് പറ്റിപ്പോയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ എഴുതാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് എക്സാം ഹാളിൽ കയറുന്നത്. എനിക്ക് അങ്ങനെ ആയിരുന്നു. പക്ഷേ എക്സാം ഹാളിൽ കയറി സുവോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി ഇത് ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ പറയാം. ഞാൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് പഠിച്ചിട്ടില്ല. പിന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ അതിൽ നിന്നങ്ങാണ്ട് ഒരു 1 വേർഡ് വന്നിട്ടുണ്ടോ ആ ചാപ്റ്ററിൽ അതൊന്നും പോലും എനിക്കറിയത്തില്ല. നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്താലേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് മൊത്തവും പഠിച്ചിട്ടല്ല പോയത്. എന്താണ്ട് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തൊക്കെ ഓർമ്മയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പരീക്ഷയ്ക്ക് അത് നല്ലോണം നോക്കിയിട്ട് പോലും എനിക്ക് പോകാൻ പറ്റില്ല. എന്താ ഞാൻ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്ത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ചോദിക്കാതെ DNA ഫിംഗർ പ്രിന്റിംഗ് ചോദിക്കാതെ ഇമ്പോർട്ടൻ്റ് വന്നില്ല, വെറുതെ ആയിരുന്നു. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സുവോളജിയിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിച്ചിട്ടില്ല, എവല്യൂഷൻ പഠിച്ചിട്ടില്ല, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് മൊത്തം അറിയത്തില്ല. ഞാൻ 3 ചാപ്റ്ററാണ് അത്യാവശ്യം വൃത്തിക്ക് പഠിച്ചിട്ട് പോയത്. അത് ഫസ്റ്റ് റീപ്രൊഡക്ഷൻ്റെ 2 ചാപ്റ്ററും പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് വൃത്തിക്ക് പഠിച്ചിട്ട് പോയത്. ഇത്രയും പഠിച്ചിട്ട് പോയിട്ട് തന്നെ ഞാൻ ഏതാണ്ട് ഏകദേശം ഒരു കറക്റ്റ് എൻ്റെ ആൻസർ ചിലത് കറക്റ്റ് ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ മിണ്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് തന്നെ ഞാൻ പറയാം, എനിക്കാണെങ്കിൽ സുവോളജി തന്നെ ഞാൻ ഫസ്റ്റ് പറയാം കേട്ടോ, അതെനിക്ക് കുറച്ചുകൂടെ നല്ലത്. സുവോളജിയിൽ ആദ്യം 3 ക്വസ്റ്റ്യൻ എഴുതാമായിരുന്നു. 1 മാർക്കിൻ്റെ സെക്ഷൻ എനിക്ക് അറിയായിരുന്നു. ഞാനത് എഴുതി. 1 മാർക്കിൻ്റെ സെക്ഷൻ എനിക്ക് 3 മാർക്ക് കിട്ടും. അപ്പോഴും ഞാൻ ഉറപ്പിച്ച് 3 മാർക്ക് ഫിക്സ്. ഞാനല്ല 5ാമത്തെ ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നാണോ എന്നുള്ളത്. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേരെ. അങ്ങനെ അപ്പം അതിൻ്റെയൊക്കെ അതിന് 3 എനിക്ക് അറിയായിരുന്നു. അത് 3 ഞാൻ എഴുതി. 2 മാർക്കിൻ്റെ സെക്ഷനിലോട് വരുമ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എവല്യൂഷൻ നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ എവല്യൂഷൻ പഠിക്കാൻ വേണ്ടി ഒരു ക്ലാസ് കേട്ട് വെച്ചായിരുന്നു. ഇപ്പോഴും അല്ല, കുറച്ച് ദിവസം മുന്നേ, കുറച്ച് ദിവസം ഒരാഴ്ച ആവുന്നുണ്ടായിരിക്കും. അതേ മുന്നേ കേട്ട് വെച്ചാൽ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാനിത് കറക്റ്റ് കുത്തിയിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ആൻസർ കീ വരട്ടെ, ഞാൻ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അതുകൊണ്ട് ഈ 2 മാർക്ക് കിട്ടുമോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് 50-50 വെച്ച് നിൽക്കുക. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന എഴുതുന്ന ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിച്ചിട്ടില്ല, സ്കിപ്പ്. 8ാമത്തത് അടിപൊളിയായിട്ട് എഴുതി, കാരണം ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ട് പോയതാണ്. പിന്നെ 9ാമത്തെ ഞാൻ എഴുതി ശരിയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എന്തോ മറ്റേ നമ്മൾ പഠിച്ചില്ലായിരുന്നു, ഐജീന് അലീൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് എന്താണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് മിക്കവാറും തെറ്റാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ളതിൽ എനിക്ക് GIFT എന്തോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ജെനിറ്റൽന്നോ അങ്ങനെ എന്തോ അങ്ങോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടത്തെറ്റായിരിക്കും ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ZIFT എനിക്ക് അറിയാമായിരുന്നു, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആയിരുന്നു. അത് ഞാൻ പഠിച്ചായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ എഴുതി. പിന്നെ 11ാമത്തെ പടം ട്രാൻസ്ലേഷൻ ആണെന്ന് എനിക്കറിയാമായിരുന്നു, ഞാനത് എഴുതി. പിന്നെ റോൾ ചോദിച്ചപ്പോൾ ഞാൻ എന്താണ് UTR എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അൺട്രാൻസ്ലേറ്റഡ് റീജൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. UTR എന്താണ് എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റോളാണ് ഈ പ്രോസസ്സിൽ ചോദിച്ചിരിക്കുന്നത്. അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു മാർക്ക് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, സ്കിപ്പ്. അത് കഴിഞ്ഞ് 13ാമത്തെ ക്വസ്റ്റ്യൻ അറിയാമായിരുന്നു. 14, 15, 16 ഞാൻ എഴുതി. ഈ 14 എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ചായതുകൊണ്ട് A ഞാൻ എഴുതി, B ഞാൻ കഴിഞ്ഞിട്ട് എഴുതിയതാണ്. ബിക്കോസ് എൻ്റെ ഒരു ലോജിക്കലൊക്കെ വെച്ചിട്ട് ഞാൻ എന്താണ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇനി ശരിയാണോ ഇല്ലോ എന്ന് ആൻസർക്ക് വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞാൻ ആൻസർക്ക് നോക്കിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ആൻസർക്ക് വന്നിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ എക്സാം പേപ്പർ വരെ എന്നിട്ട് അറിയിക്കുന്നതായിരിക്കും. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ രാവിലെ ഇന്ന് നല്ലോണം നോക്കിയിട്ട് പോയത്, അത് ഞാൻ 2 പോയിന്റ് അടിപൊളിയായിട്ട് എഴുതി. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്യാപ്പിങ്ങും ഡെയിലിയും ഒക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതൊക്കെ ശരിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും 9 ക്വസ്റ്റ്യൻ എങ്ങനെയും നമ്മൾ എഴുതിയിരിക്കണം. അതായിരുന്നു എൻ്റെ ടാർഗറ്റ് അനുസരിച്ച് 9 ക്വസ്റ്റ്യൻ എങ്ങനെയും എഴുതിയിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 12ഉം 7 സ്കിപ്പ് ചെയ്ത് ബാക്കിയെല്ലാം എഴുതി. പക്ഷേ അതിൻ്റെ പലതിൻ്റെ ആൻസർ തെറ്റാണെന്നേ ഉള്ളൂ, അതാണ് സംഗതി. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ Aയും Bയും Cയും എന്താണെന്ന് എനിക്ക് അറിയായിരുന്നു, അത് ഞാൻ എഴുതി. പക്ഷേ ഞാൻ എൻ്റെ ഒരു എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി എടുത്ത് പറഞ്ഞു ഡിക്ലറേഷൻ തെറ്റാണ്. ഞാനത് ഡിക്ലറേഷൻ അങ്ങോട്ട് എഴുതി വെച്ച് എന്തോ ചെയ്യും. ഞാനത് ആദ്യം സ്റ്റെബിലൈസിങ് എഴുതിയത്, എന്നിട്ട് ഞാനത് ഡിക്ലറേഷൻ ആക്കി. അങ്ങനെ അവിടെ നിന്ന് എന്താണ്ടൊക്കെ മാർക്ക് വരുന്നുണ്ട്. ഫൗണ്ടർ എഫക്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുന്നത് എക്സാമിനറിലാണ്. എക്സാമിനറിൽ മിസ്സിൻ്റെ പേര് ഞാൻ മറന്നു, പുള്ളിക്കാരിയുടെ പേര് എനിക്കറിയാം, ഓർക്കുന്നില്ല. പുള്ളിക്കാരി മലയാളത്തിൽ പറഞ്ഞു തന്നാൽ ഫൗണ്ടർ എഫക്ട് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് ആ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ഒരു മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ എനിക്ക് അറിയത്തില്ല എഴുതാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ എവല്യൂഷനൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. ക്ലാസ് കണ്ടിട്ട് കൂടി എനിക്ക് ഏത് പ്രിൻസിപ്പിളാണെന്ന് ഓർമ്മ വന്നില്ല, ഞാൻ എഴുതിയില്ല. അങ്ങനെ എൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചോ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് 1 മാർക്ക് കിട്ടി, അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ വരുന്നുള്ളത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18 സ്കിപ്പ് അടിക്കും, കാരണം എന്താണ്, നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിച്ചില്ല. 19 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസിംഗ് ലെവൽ, ട്രാൻസ്ലേഷൻ അതൊക്കെ വരുന്നത്. അത് ഞാനാണെങ്കിൽ എനിക്ക് അറിയാവുന്നത്. ഞാൻ രാവിലെ അത് ജീൻ എക്സ്പ്രഷൻ ഞാൻ നോക്കിയിട്ടാണ് പോയത്, അതുകൊണ്ട് ഞാൻ അത് എഴുതി. അതുകൊണ്ട് ആ ഒരു 3 മാർക്ക് എനിക്ക് അവിടെ സെക്യൂർ ആയി. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ കാര്യം പറയുകയാണെങ്കിൽ ഇത് എന്തോ ആണെന്ന് എനിക്കറിയാം, ഹോമലോഗസോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് എനിക്കറിയാം. പക്ഷെ അന്നേരം ഞാൻ എഴുതിയില്ല. അന്നേരം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, തെറ്റാ, നീ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എഴുതിയില്ല. പിന്നെ ഒരു പോയിന്റ് എഴുതി വെച്ച് കറക്റ്റ് ആയിട്ടുള്ള എൻ്റെ പേരല്ല ഞാൻ എഴുതി. ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആയിരിക്കും, പക്ഷേ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ വേറെ ആയിരിക്കും. ആ ഒരു ഓർമ്മ, അത് ക്ലാസ് കേട്ടാൻ ഓർമ്മ വെച്ചിട്ട് ഞാൻ അത് എഴുതി. പിന്നെ അതിൻ്റെ B അറിയത്തില്ലായിരുന്നു. C എന്തോ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൻസോ അങ്ങനെ എന്തൊക്കെയാണ് എഴുതി വെച്ചത്. അതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു, അതൊന്നും ശരിയൊന്നുമല്ല. അപ്പോൾ ഇതാണ് പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യന്
18ാമത്തെ ക്വസ്റ്റ്യൻ്റെ എയിൽ എന്തോ സ്കിന്ന് സലൈവ മൗത്ത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാം, ഇതിനകത്ത് എന്തോ ബാരിയറാണ്. അപ്പം ഫിസിക്കൽ ബാരിയർ അങ്ങനെ എന്തോ ബാരിയർ വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് പറഞ്ഞു, എടി അത് ഇങ്ങനെ വരുന്ന ബാരിയർ, അതിൻ്റെ ഇങ്ങനെ ബാരിയറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഇത് ബാരിയറാണെന്ന് അവൾ പറഞ്ഞു തന്നത് വെച്ചിട്ട് ഞാൻ ആ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനെ കുറിച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിച്ചിട്ടൊന്നും എഴുതിയിട്ടില്ല. അത് വേറെ കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ സുവോളജി വരുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പരീക്ഷ എന്നുള്ളത്. പിന്നെ എൻ്റെ ആ ഫൗണ്ടർ എഫക്റ്റിനൊക്കെ ടീച്ചർ മാർക്ക് തരുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയി. പിന്നെ നമുക്ക് നമ്മുടെ ബോട്ടണിയിലേക്ക് വരാം. ബോട്ടണിയിലേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് 1 വേർഡ്സിൽ ഒന്നാമത്തെ കറക്റ്റ്, രണ്ടാമത്തത് എനിക്കൊരു മണ്ടത്തിനെ പറ്റി ഞാൻ പെരിക്കാർപ്പാണെന്ന് എഴുതി വെച്ചു. ഞാൻ അത് തന്നെ എന്നോട് ചോദിച്ച ആർക്കൊക്കെയോ പറഞ്ഞു കൊടുത്തു. നോക്കുവാണേ ആ ഒരു ക്ലാസ് മൊത്തം തെറ്റി. പിന്നെ മൂന്നാമത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതൊക്കെ ടെക്സ്റ്റിനുള്ള ക്വസ്റ്റൻ. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചവർക്ക് ഈ ബോട്ടണിയുടെ എക്സാം എളുപ്പമായിരിക്കും കേട്ടോ. സുവോളജി നന്നായിട്ട് പഠിച്ചവർക്ക് സുവോളജിയുടെ എക്സാം എളുപ്പമായിരിക്കും. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചവർക്ക് ബോട്ടണിയുടെ എക്സാം എളുപ്പമായിരിക്കും. അങ്ങനെയായിരുന്നു ഇന്നത്തെ എക്സാമിൻ്റെ ഒരു കിടപ്പൂശോ ഇരിപ്പൂശോ. എന്തോ ആണെന്നുണ്ടെങ്കിലും 5ാമത്തെ ക്വസ്റ്റ്യൻ അതെനിക്കറിയാവുന്ന അത് ഞാൻ എഴുതി. 4 അറിയായിരുന്നു, 4 എഴുതി, 1 എഴുതി, 2 എഴുതി, എല്ലാം എഴുതി. പിന്നെ 6 ഞാൻ 3 സ്കിപ്പ് ചെയ്തായിരുന്നേ. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്തുവാന്ന് എഴുതി. അതിൻ്റെ ബി എന്തുവാന്ന് എനിക്ക് അന്നേരം ആലോചന എനിക്കൊന്നും ഓർമ്മ വന്നില്ല, ഞാൻ എഴുതിയില്ല, സ്കിപ്പ്. അത് 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ എയും ബിയും എനിക്കറിയായിരുന്നു, ഞാൻ വൃത്തിക്ക് പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനത് എഴുതി. 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഫിഗർ ഇന്നലെ ഞാൻ രാത്രി പഠിച്ചോണ്ട് ഞാൻ ആലോചിച്ച് ഇത് നോക്കണം, ഞാൻ ഇത് ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ചെയ്യാനാ, വെറുതെ ആയിപ്പോയി. പക്ഷേ ഇത് നോക്കിയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സെക്ഷനിൽ മാർക്ക് പോകാതെ എന്നെ തന്നെ സേവ് ചെയ്യായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സെക്ഷനിൽ നിന്ന് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ്സ് ഷോ ഇതെനിക്കറിയായിരുന്നു. ഓഫ്രീസ് ഓർക്കിഡ്സിൻ്റെ ഈ ഒരു പോളിനേഷൻ അതെനിക്കറിയായിരുന്നു, അത് ഞാൻ എഴുതി. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. 10ൻ്റെ എഴുതി. ബി എനിക്കറിയത്തില്ലായിരുന്നു. ബി ഒക്കെ ടെക്സ്റ്റ് എന്നുള്ളതാണ്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ഈ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റൂ. അതാണ് ഈ പരീക്ഷയുടെ ഒരു ബിറ്റർ ട്രൂത്ത് എന്ന് പറയുന്നത്. എന്താണെങ്കിലും 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ 11ാമത്തെ ക്വസ്റ്റ്യൻ നല്ലോണം അറിയായിരുന്നു. 12 അറിയായിരുന്നു. 12 ഞാൻ എഴുതി. 12 സി ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ 13 അറിയായിരുന്നു. 13 ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട്. 14 എഴുതി. 14 എൻ്റെ തെറ്റാണെന്ന് സത്യം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബോട്ടണി ടീച്ചറിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം കണ്ടപ്പോഴായിരുന്നു. പിന്നെ 15 എഴുതി. 16 എഴുതി. അല്ലല്ല 12ൻ്റെ സി അല്ല കേട്ടോ, എനിക്ക് 16ൻ്റെ ബി ആണ് ഡൗട്ട് ഉള്ളത് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. എന്തുവാണെങ്കിലും 16ൻ്റെ ബി രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ സി വരെ ആർക്കറിയാം എന്തൊക്കെ തേങ്ങയാണെന്നത്. എന്താണെങ്കിലും 16ൻ്റെ ബി ആണോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 17ൻ്റെ സി ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മറ്റേ ഡീനാച്ചുറേഷൻ ഹൈ ടെമ്പറേച്ചറൊക്കെ വരുന്നതുകൊണ്ടൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ 18ൻ്റെ ഒരു 18ൻ്റെ ബിയും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ എനിക്ക് ഡൗട്ടാണ്. 19ൻ്റെ സിയും എനിക്ക് ഡൗട്ടാണ്. ഇതിന് 3 മാർക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ 2 മാർക്കിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു 2 മാർക്ക് കൂടെ കാണാം പോട്ടെ. അങ്ങനെയൊക്കെയാണ് പോകുന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബോട്ടണി ആൻഡ് സുവോളജി എക്സാം റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പരീക്ഷ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്നെ പോലുള്ളവരും ഉണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ പോലുള്ള കുറേ പേര് എൻ്റെ സ്കൂളിലുണ്ട് കേട്ടോ. അതിനേക്കാളും കഷ്ടം പിടിച്ച അവസ്ഥയിലുള്ള പിള്ളേരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയായിരുന്നു എക്സാമിൻ്റെ റിവ്യൂ. അപ്പോൾ നമുക്ക് മാത്സ് പഠിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.